ഹൈന്ദവ പ്രതീകങ്ങൾ നമ്മൾ പലയിടത്തും കാണാറുണ്ടല്ലേ? പക്ഷെ അതൊക്കെ വെറും ചിത്രങ്ങളാണോ? അല്ലേയല്ല. അവ അനന്തമായ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള താക്കോലുകളാണ്. ഈ പ്രതീകങ്ങൾ എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ വലിയ വലിയ രഹസ്യങ്ങളെ നമുക്ക് മുന്നിൽ തുറന്നു തരുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഒന്നാലോചിച്ചു നോക്കൂ. അനന്തമായ ഒന്നിനെ, ഒരു രൂപവുമില്ലാത്ത ഒന്നിനെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ പരിമിതമായ മനസ്സുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക? ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്, അല്ലേ? ഹൈന്ദവ തത്വചിന്ത ഇതിന് നൽകുന്ന ഉത്തരം അതിശയിപ്പിക്കുന്നതാണ്. നമുക്കതെന്താണെന്ന് കണ്ടെത്താം. ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു യാത്രയുടെ രൂപരേഖ. നമ്മൾ ആദ്യം അനന്തമായതിനെ എങ്ങനെ ഗ്രഹിക്കാമെന്ന തത്വം മനസ്സിലാക്കും. പിന്നെ ഈ രൂപങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകളുണ്ടല്ലോ, അത് പഠിക്കും. അതിനുശേഷം ഓം, താമര പോലുള്ള ചില പ്രതീകങ്ങളിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലും. ഇവയൊക്കെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സഹായിക്കുന്നതെന്നും അവസാനം നമ്മുടെ വീടുകളിൽ പോലും ഇവ എങ്ങനെ ദൈവികത നിറയ്ക്കുന്നു എന്നും നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. എല്ലാത്തിനും അതീതമായ, നമുക്ക് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പോലും കഴിയാത്ത ആ പരമമായ യാഥാർത്ഥ്യമുണ്ടല്ലോ, ബ്രഹ്മം. അതിനെ എങ്ങനെയാണ് പ്രതീകങ്ങളിലൂടെ സമീപിക്കാൻ ശ്രമിക്കുന്നത്? അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വലിയ ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. അനന്തമായതിനെ എങ്ങനെ പ്രതിനിധീകരിക്കും? ഹൈന്ദവ ദാർശനികർ അതിനൊരുത്തരം കണ്ടെത്തി രണ്ടാശയങ്ങളിലൂടെ: നിർഗുണം, പിന്നെ സഗുണം. നിർഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു ഗുണങ്ങളോ രൂപമോ ഇല്ലാത്ത ആ പരമമായ യാഥാർത്ഥ്യം. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അവിടെയാണ് സഗുണ ബ്രഹ്മത്തിന്റെ പ്രാധാന്യം. അതേ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപവും ഗുണങ്ങളുമൊക്കെ നൽകി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. ഇത് നിർഗുണവും സഗുണവും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാക്കുന്നുണ്ട്. നിർഗുണം എന്ന് പറയുന്നത് ആകാശം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം പോലെ, അങ്ങനെയുള്ള പ്രതീകങ്ങളിലൂടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. എന്നാൽ സഗുണ അങ്ങനെയല്ല. അത് മൂർത്തികളിലൂടെയും അവതാരങ്ങളിലൂടെയും നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു, നമുക്ക് വൈകാരികമായി ഒരു അടുപ്പം സ്ഥാപിക്കാൻ അവസരം തരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സഗുണരൂപങ്ങളെല്ലാം ആ നിർഗുണമായ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴികാട്ടി മാത്രമാണ്. ശരി, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ കുറച്ച് വാക്കുകൾ പരിചയപ്പെടാൻ പോവുകയാണ്. കാരണം ഈ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിയായ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് വിഗ്രഹം എന്ന വാക്കിന് പലപ്പോഴും തെറ്റായ അർത്ഥങ്ങൾ കൽപ്പിക്കാറുണ്ടല്ലേ? അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കാം. ആദ്യത്തെ വാക്ക് മൂർത്തി എന്നാണ്. ഘനീഭവിക്കുക എന്നർത്ഥം വരുന്ന മൂർത്ത് എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്. അതായത് നമ്മൾ കാണുന്ന മൂർത്തി എന്നത് ദൈവം തന്നെയല്ല, മറിച്ച് ആ ദൈവീക സത്തയുടെ ഒരു ഘനീഭവിച്ച രൂപമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ ഫോട്ടോ പോലെ. ആ ഫോട്ടോ ആ വ്യക്തിയല്ല, പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ സാന്നിധ്യം അനുഭവപ്പെടും. അതുപോലെയാണ് ഇതും. അടുത്ത വാക്കാണ് പ്രതിമ. ഇത് ഒരു ദേവതയുടെ ശക്തിക്ക് നമ്മളൊരു ദൃശ്യരൂപം നൽകുന്നതാണ്. എന്തിനാണെന്നോ, നമ്മുടെ മനസ്സ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുമല്ലോ. അപ്പോൾ ധ്യാനത്തിലിരിക്കുമ്പോൾ മനസ്സിനെ ഒരിടത്ത് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ഉപകരണം കൂടിയാണ് പ്രതിമ. ഇനി നമുക്ക് വിഗ്രഹം എന്ന വാക്ക് നോക്കാം. വി എന്നാൽ പ്രത്യേകം, ഗ്രഹ എന്നാൽ ഗ്രഹിക്കുക. അപ്പോൾ വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവികമായ ആശയങ്ങളെ പ്രത്യേകമായി ഗ്രഹിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണം. നമ്മുടെ മനസ്സിനെ ആ ദൈവികതയുമായി ബന്ധിപ്പിക്കാനുള്ളൊരു ടൂൾ, അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ പ്രതീകങ്ങളുടെ അത്ഭുത ലോകത്തേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് മുങ്ങിത്തപ്പാൻ പോവുകയാണ്. ശബ്ദം, പ്രകൃതി, ജാമിതി, ഇങ്ങനെ പല രൂപത്തിൽ വരുന്ന ഈ പ്രതീകങ്ങൾക്കുള്ളിൽ എത്രമാത്രം ആഴത്തിലുള്ള അർത്ഥങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാ പ്രതീകങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയാവുന്ന ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ, ആ ശബ്ദം, ഓം. ഇത് വെറുമൊരു വാക്കല്ല. പ്രപഞ്ചം മുഴുവൻ ഉണ്ടായതെന്ന് കരുതുന്ന ആ ആദ്യത്തെ പ്രകമ്പനം, ആ പ്രൈമോഡിയൽ വൈബ്രേഷൻ, അതിനെയാണ് ഓം പ്രതിനിധീകരിക്കുന്നത്. ഇതിലേക്ക് നോക്കൂ. ഓം എന്ന ഒറ്റ ശബ്ദത്തിനുള്ളിൽ എന്തൊക്കെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. ആ, ഉ, പിന്നെ ആ നിശ്ശബ്ദത. ഇതിലെ ഓരോന്നും നമ്മുടെ ബോധത്തിന്റെ ഓരോ തലങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം കാണുന്ന അവസ്ഥ, ഗാഢനിദ്രയിലുള്ള അവസ്ഥ, അതുപോലെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, പോരാത്തതിന് ഭൂതം, വർത്തമാനം, ഭാവി, എല്ലാം, അക്ഷരാർത്ഥത്തിൽ എല്ലാം ഇതിലുണ്ട്. ശരി, ശബ്ദത്തിൽ നിന്ന് നമുക്ക് പ്രകൃതിയിലേക്ക് വരാം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായൊരു പ്രതീകമാണ് താമര. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെളിയിൽ ജനിച്ച് വെള്ളത്തിലൂടെ വളർന്ന് ഒടുവിൽ സൂര്യനെ നോക്കി വിടർന്നു നിൽക്കുന്ന താമര. പരിശുദ്ധിയുടെയും ആത്മീയ ഉണർവിന്റെയും ഇതിലും നല്ലൊരു പ്രതീകം വേറെയുണ്ടോ? താമരയുടെ ഈ വളർച്ചയല്ലേ, അത് നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ ഒരു യാത്ര പോലെയാണ്.
അതിന്റെ വേരുകൾ ഭൗതിക ലോകാകുന്ന ചെളിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ തണ്ട് അറിവില്ലായ്മയുടെ വെള്ളത്തിലൂടെയുള്ള നമ്മുടെ ആത്മീയ യാത്രയാണ്. ഒടുവിൽ സൂര്യപ്രകാശത്തിൽ വിടർന്നു നിൽക്കുന്ന ആ പുഷ്പം, അതാണ് ജ്ഞാനോദയം, പൂർണ്ണത. ഒരു മനുഷ്യന്റെ ആത്മീയ വളർച്ചയെ എത്ര മനോഹരമായാണിത് വരച്ചു കാട്ടുന്നതല്ലേ. ഇനി നമുക്ക് ജാമിതിയുടെ ലോകത്തേക്ക് പോകാം. ഇതാണ് ശ്രീയന്ത്രം. ഇതിനെ പ്രപഞ്ചത്തിന്റെ ഒരു മാപ്പ് എന്ന് തന്നെ പറയാം. ഇതിൽ പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന 9 ത്രികോണങ്ങൾ കണ്ടില്ലേ? ഇതിൽ മുകളിലേക്ക് ചൂണ്ടുന്ന 4 ത്രികോണങ്ങൾ പുരുഷതത്വമായ ശിവനെയും താഴേക്ക് ചൂണ്ടുന്ന 5 സ്ത്രീതത്വമായ ശക്തിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ 2 ദൈവിക ശക്തികളുടെയും ഒരുമിക്കലിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടാകുന്നത് എന്ന മഹത്തായ തത്വമാണ് ഈ യന്ത്രം നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക്. ഇതുവരെ നമ്മൾ ഈ പ്രതീകങ്ങൾ എന്താണ് എന്നാണല്ലോ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവ എന്ത് ചെയ്യുന്നു എന്നതാണ്. അതായത് നമ്മുടെ മനസ്സിനുള്ള ഉപകരണങ്ങൾ എന്ന നിലയിൽ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഈയൊരു വാചകം ശ്രദ്ധിക്കൂ. പ്രതീകങ്ങൾ ദാർശനികമായ വിവരങ്ങൾക്കുള്ള ഹൈ ബാൻഡ്വിഡ്ത്ത് കംപ്രഷൻ അൽഗോരിതങ്ങളാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. പണ്ട് പുസ്തകങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അറിവ് ഓർമ്മയിലൂടെയാണല്ലോ കൈമാറിയിരുന്നത്. ആ സ്മൃതി പാരമ്പര്യത്തിൽ വലിയ വലിയ തത്വചിന്തകളെ ഒരു ചെറിയ സിപ്പ് ഫയൽ പോലെ ഈ പ്രതീകങ്ങളിൽ ഒതുക്കിവെച്ചിരുന്നു. തലമുറകളിലേക്ക് ജ്ഞാനം കൈമാറാൻ എന്തൊരു ബുദ്ധിപരമായ മാർഗം അല്ലേ. ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. ഓരോ ദേവതയുടെയും കൂടെയുള്ള വാഹനം, കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ, ഇതെല്ലാം ഓരോ കോഡുകളാണ്, ഓരോ രഹസ്യ സന്ദേശങ്ങളാണ്. ഉദാഹരണത്തിന്, വിഷ്ണുവിന്റെ കൂടെയുള്ള ഗരുഡൻ അധികാരത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ ഗണപതിയുടെ കൂടെയുള്ള ചെറിയ എലി വിനയത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഒരു രൂപത്തിലെ ഓരോ ചെറിയ കാര്യത്തിനും പറയാൻ ഒരുപാടുണ്ട്. ആ ദേവതയുടെ ഗുണങ്ങളെയും തത്വങ്ങളെയും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനുള്ള എളുപ്പ വഴികളാണിതെല്ലാം. അപ്പോൾ ഈ പ്രതീകങ്ങൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ഹൈന്ദവ മനഃശാസ്ത്രത്തിൽ അന്ധക്കരണം എന്ന് പറയുന്ന ഒരു ആന്തരിക ഉപകരണമുണ്ട്. അതിന് 4 ഭാഗങ്ങളുണ്ട്. ആദ്യം നമ്മുടെ മനസ്സ് ഈ പ്രതീകത്തെ കാണുന്നു. പിന്നെ ബുദ്ധി അതിന്റെ ആഴത്തിലുള്ള അർത്ഥമെന്താണെന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് അഹങ്കാരം, അഥവാ നമ്മുടെ ഈ ഞാൻ എന്ന ബോധം. ആ പ്രതീകം നൽകുന്ന പാഠം ഉൾക്കൊണ്ട് സ്വയം മാറാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ചിത്തം എന്ന നമ്മുടെ ഓർമ്മ, ആ അനുഭവം ഒരു നല്ല പ്രകമ്പനമായി നമ്മുടെ ഉള്ളിലങ്ങ് സൂക്ഷിച്ചുവെക്കും. ഇതൊരു പൂർണ്ണമായ മാനസിക പ്രക്രിയയാണ്. ഇനി നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ വലിയ വലിയ പ്രപഞ്ച തത്വങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെയെല്ലാം സാധാരണ ജീവിതത്തിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് എന്ന് നോക്കാം. ഇത് വളരെ രസകരമാണ്. വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീടിന്റെ പ്രവേശന കവാടം വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ്. അവിടെ കാണുന്ന ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. വാതിലിനു മുകളിലെ സ്വസ്തിക നന്മ വരട്ടെ എന്ന് നമ്മളെ ആശംസിക്കുന്നു. മാവില കൊണ്ടുള്ള തോരണം വിജയത്തെ ക്ഷണിക്കുന്നു. നിലത്തു വരയ്ക്കുന്ന രംഗോലി നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീയമായ ശ്രദ്ധ ഉണർത്തുന്നു. എന്തിന്, നമ്മൾ നെറ്റിയിൽ തൊടുന്ന തിലകം പോലും പുറമേയുള്ള കണ്ണുകൊണ്ട് മാത്രമല്ല, മനസ്സിന്റെ കണ്ണുകൊണ്ടുകൂടി കാണാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ സാധാരണ വീടിനെ ഒരു പുണ്യസ്ഥലമാക്കി മാറ്റുകയാണ് ഈ കൊച്ചു കൊച്ചു പ്രതീകങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഹൈന്ദവ പ്രതീകങ്ങൾ വെറും അലങ്കാരങ്ങളോ ഭംഗിക്കുള്ള വസ്തുക്കളോ അല്ല. അവ ധ്യാനിക്കാനും ഓർമ്മിക്കാനും ആഴത്തിലുള്ള അർത്ഥങ്ങൾ കണ്ടെത്താനും നമ്മളെ സഹായിക്കുന്ന വളരെ ശക്തമായ സജീവമായ ഉപകരണങ്ങളാണ്. നമ്മുടെ അവബോധത്തെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ചലനാത്മകമായ കവാടങ്ങളാണ് ഇവ ഓരോന്നും. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ ചിന്തയ്ക്കായി ഞാനിവിടെ വിടുകയാണ്. നമ്മളിന്ന് കണ്ടത് ഈ പ്രതീകങ്ങളുടെ വലിയ ലോകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കാഴ്ച മാത്രമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷേ നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം മുഴുവൻ, അതിന്റെ ഓരോ രൂപത്തിലും ഓരോ ചലനത്തിലും നമ്മളിപ്പോൾ മാത്രം മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു പ്രതീകാത്മക ഭാഷ സംസാരിക്കുകയാണെങ്കിലോ